ഇന്നത്തെ ബിൻസി ഷാനവാസ് വഴക്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഷാനവാസ് പതറിപ്പോയി ബിൻസിയുടെ മുമ്പിൽ. അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഷാനവാസിനെ ഒതുക്കുകയായിരുന്നു. ഷാനവാസിന്റെ ഗെയിം എവിടെയാണ് പാളിയതെന്ന് വെച്ചാൽ അപ്പാനിയുടെ അടുത്തും അക്ബറിന്റെ അടുത്തും ഷാനവാസ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞ കുറെ കാര്യങ്ങൾ സ്പോട്ടിൽ തന്നെ അവർ വന്ന് ബിൻസിയുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും പറയുമെന്ന് ഷാനവാസ് വിചാരിച്ചില്ല. മേ ബി ഷാനവാസിന്റെ പ്ലാനിൽ അതുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്ന് ഷാനവാസിന് പാളിപ്പോയത്. പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഇതിന്റെ മറുപുറമുണ്ട്. അതായത് ഷാനവാസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഫസ്റ്റ് ഡേയിൽ ഇവരെ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇവര് 4 പേര് പുറത്ത് കിടക്കുകയാണ്. നമ്മുടെ ഷാനവാസ് ഉണ്ട്, ശൈത്യയുണ്ട്, ബിൻസി ഉണ്ട്, ജിസേലുണ്ട്. 4 പേര് പുറത്ത് കിടക്കുകയാണ്. ഒരാളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് എവിക്റ്റ് ആക്കാനുള്ള ഓപ്ഷനും നിലനിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഷാനവാസ് ഒരു പ്ലാൻ ഇവരുടെ മുമ്പിലേക്ക് വെച്ചു. ലൈവ് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കൃത്യമായി നടന്ന കാര്യമാണ്. ഈ ഒരു പ്ലാൻ ഷാനവാസ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഓരോരുത്തരായിട്ട് തൂക്കും. നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അതിന് പറ്റില്ല. ഈ ഗെയിമിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ പരസ്പരം സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ആരും പുറത്തു പോകില്ല. അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ ഉണർന്നിരുന്നും അല്ലെങ്കിൽ രണ്ടുപേരും ഉറങ്ങുമ്പോൾ അടുത്ത ആൾ ഉണർന്നിരുന്നും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്ലാൻ ഷാനവാസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ശൈത്യക്ക് ഡൗട്ടാണ്, ജിസേലിന് ഡൗട്ടാണ്, ബിൻസിക്ക് ഡൗട്ടാണ്. എന്നിരുന്നാലും ആദ്യം കൺവിൻസ് ആയത് ജിസേലാണ്. ഒരു പരിധിവരെ ഓക്കെ ആയിരുന്നു ശൈത്യ. ഒട്ടും കൺവിൻസ് ആവാത്ത ആളായിരുന്നു ബിൻസി. പക്ഷെ ഷാനവാസ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഈ ഒരു പ്ലാൻ. അങ്ങനെ ഓക്കെ, 3 പേർക്കും ഓക്കെ ആണെങ്കിൽ താനും ഓക്കെ എന്നുള്ള രീതിയിൽ ബിൻസി ഓക്കെ പറഞ്ഞു. പക്ഷെ ഇതേ സമയത്ത് തന്നെ മറ്റൊന്നുകൂടി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അപ്പാനിയും ടീമും ബിൻസിയെയും ശൈത്യയെയും ജിസേലിനെയും അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ വളരെ ശക്തമായിട്ട് ആദ്യം ചെറുത്തത് ജിസേലായിരുന്നു. വളരെ സിൻസിയർ ആയിരുന്നു ജിസേൽ ഈ ടാസ്കിൽ. ഒരുപക്ഷെ ഈ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് നിന്നയാള് ജിസേലാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ അത്രയും സിൻസിയർ ആയിട്ട് അവർ നിന്നു. മറ്റു 2 പേരും ജിസേൽ അത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് കൂടിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഒരു പ്ലാനിന് ഒപ്പം നിൽക്കുന്നത്. ഷാനവാസ് ഇന്ന് അപ്പാനിയുടെ അടുത്തും നമ്മുടെ അക്ബറിന്റെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ അന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുക കൂടി ചെയ്തു. കാരണം എനിക്ക് സംശയമുണ്ടായിരുന്നു ഇവരെങ്ങാനും ഈ പറഞ്ഞ പോലെ എന്നെ എടുത്തുകൊണ്ട് പോകുമോ എന്ന്. ന്യായമായും നമുക്ക് ചിന്തിക്കാം. നമ്മൾ 4 അപരിചിതരായിട്ടുള്ള ആൾക്കാർ ഒരിടത്ത് നിൽക്കുകയാണ്. പരസ്പരം ആർക്കും വിശ്വാസം കാണില്ല. എങ്കിലും നമ്മൾ തീരുമാനിക്കുകയാണ് ഒന്നിച്ച് നിൽക്കാമെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു സംശയം ഉണ്ടാവും. എങ്ങാനും അവൻ എനിക്കിട്ട് പണിയോ അല്ലെങ്കിൽ അവൾ എനിക്കിട്ട് പണിയോ, ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്നെ എടുത്തുകൊണ്ട് അപ്പുറത്തിട്ട് ഔട്ടാക്കി കളയോ എന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ കാണും. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഉറങ്ങിയാലും പെട്ടെന്ന് നമ്മൾ ഉണരും. നമ്മൾ എപ്പോഴും ബോധത്തോടെ ആയിരിക്കും കിടക്കുന്നത്, ഉള്ളിൽ ഈ ഭയമുള്ളതുകൊണ്ട്. ഷാനവാസ് അന്ന് പറഞ്ഞത് സത്യമായിരിക്കാം. അയാൾ ശരിക്കും അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അത് പിറ്റേ ദിവസം ഇങ്ങനെ ഒരിടത്തും ആക്റ്റീവ് അല്ലാതെ കുഴഞ്ഞു കിടക്കുന്ന ഷാനവാസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ശരിക്കുള്ള ഒരു ഉറക്കം അയാൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സത്യം തന്നെയാണ് ഇന്ന് ഷാനവാസ് അക്ബറിന്റെ അടുത്ത് പറയുന്നത്. ഇന്ന് അക്ബറിന്റെ അടുത്ത് ഷാനവാസ് കള്ളം പറയാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരുന്നു. കാരണം ഇന്ന് അക്ബർ ഷാനവാസിനെ സേവ് ചെയ്ത് അകത്താക്കി. കാരണം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് ഷാനവാസ് സേഫ് ആണ്. പേടിക്കാതെ കിടന്ന് മനസമാധാനത്തോടെ ഉറങ്ങാം. അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അക്ബറിന്റെ അടുത്ത് പോയി കള്ളം പറയാൻ നിൽക്കില്ല. പക്ഷെ ഷാനവാസിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അക്ബറും അപ്പാനിയും കൂടെ ഈ കാര്യങ്ങൾ പോയി ബിൻസിയുടെ അടുത്തും മറ്റു പിള്ളേരുടെ അടുത്തും പറയുന്നു. അവരോഹോ ഞങ്ങളെ സംശയിച്ചോ, അപ്പൊ വയ്യെന്നൊക്കെ പറഞ്ഞത് നാടകമായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിലേക്കായി. അപ്പൊ ഇവിടെയാണ് ഇതിലെ ശരിക്കുള്ള ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് നന്നായി കലങ്ങും. ഇന്ന് ബിൻസിയും ശൈത്യയും ഈവൻ ജിസേല് പോലും പ്ലാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഷാനവാസിനെ പൂട്ടാനായിരുന്നു. അതായത് ഷാനവാസിനെ എങ്ങനെയെങ്കിലും കട്ടിലിൽ കിടത്തണം. ഷാനവാസിനെ കട്ടിലിൽ കിടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു, ഇവരിന്ന് കട്ടിലിൽ കിടക്കില്ല, ഷാനവാസ് കിടന്നോട്ടെ. അങ്ങനെ ഷാനവാസ് കിടക്കുന്നില്ല എങ്കിൽ അവർ കട്ടായം അങ്ങനെ നിൽക്കും. ബിഗ് ബോസ് അവസാനം പറയും ഒരാൾ കിടന്നേ പറ്റൂ. അപ്പൊ ഇവര് പറയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു, ഷാനവാസ് കിടന്നിട്ടില്ല. അപ്പൊ ഷാനവാസ് നിർബന്ധിതനാകും അതിൽ കിടക്കാൻ. ഗുളിക കഴിച്ചിട്ട് കിടക്കുന്ന ഷാനവാസ് സ്വാഭാവികമായി പെട്ടെന്ന് ഉറങ്ങിപ്പോകുമെന്ന് ഇവരും കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഷാനവാസിനെ അവിടെ നിന്ന് തൂക്കാനുള്ള പ്ലാനാണ് അകത്തുള്ള ടീമുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ബിന്നിയുണ്ട്, അപ്പാനിയുണ്ട്, എല്ലാവരുമുണ്ട്. ഇന്ന് ഷാനവാസ് അകത്ത് കയറിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഷാനവാസിനെ എല്ലാവരും കൂടെ ഇന്ന് രാത്രിയിൽ തൂക്കുമായിരുന്നു. അപ്പോൾ ബിൻസിയുടെയും ശൈത്യയുടെയും അല്ലെങ്കിൽ ജിസേലിന്റെയും ഒക്കെ ഇന്നത്തെ ആത്മാർത്ഥമായ പ്രകടനം കുറച്ച് ഓവറല്ലേ? അവരിന്ന് ശരിക്കും കാലുവാരാൻ വേണ്ടി നിന്നതാണ്. ആദ്യത്തെ ദിവസം അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ഷാനവാസിന്റെ കൂടെ നിന്നു. പക്ഷെ അത് ഫസ്റ്റ് ഡേ ആണ്. പണി പാളാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഇത് ബിഗ് ബോസ് വീടാണ്. ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞു എന്നതിന്റെ അർത്ഥം അത് ഓക്കെ ആകണമെന്നല്ല. അപ്പോൾ ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കഴിയില്ല.
പക്ഷെ ഷാനവാസ് ഒരു ഘട്ടത്തിലും ഇവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനു വേണ്ട ഒരു പ്ലാൻ ഇട്ടില്ല, വഞ്ചന കാണിച്ചിട്ടില്ല ഷാനവാസ്. ഇവരിൽ ആരെങ്കിലും ഒരാളെ പുറത്താക്കാൻ വേണ്ടി മറ്റു ടീമിന്റെ കൂടെ കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ബിൻസിയും ഷൈത്തയും ജിസേലും ഇന്ന് പ്ലാൻ ചെയ്ത പോലെ ഒരു പ്ലാനിങ്ങിൽ ഷാനവാസ് ഉണ്ടായിരുന്നില്ല. ഷാനവാസ് ആ കാര്യത്തിൽ സിൻസിയർ ആയിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബിൻസിയെയും മറ്റുള്ളവരെയും ഒക്കെ അപ്പാനിയും ടീമും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഷാനവാസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പേടി അപ്പോഴും ഉണ്ടാവും. ബിഗ് ബോസ് അല്ലേ, ഷാനവാസിന്റെ ആ പേടി ശരിയായിരുന്നു. ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഉറപ്പായും ഷാനവാസിന് ഇന്ന് അവിടുന്ന് തൂക്കിയേനെ. അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് ബിൻസിയും മറ്റുള്ളവരും ഷാനവാസ് ചതിച്ചു എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ യുക്തിയൊന്നുമില്ല. ഇതൊരു ഗെയിമാണ്. ബിൻസിയും അല്ലെങ്കിൽ ശൈത്യം ഒക്കെ ഇന്ന് ട്രൈ ചെയ്തത് ഷാനവാസിനെ പുറത്താക്കാൻ നടത്തിയൊരു ശ്രമമുണ്ട്. അതും ചതിയൊന്നുമല്ല, പാർട്ട് ഓഫ് ഗെയിമാണ്. അപ്പോൾ ഷാനവാസിനോട് അത്രയും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അപ്പാനിയും ബിന്നിയും ഒക്കെ വന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾ അതിന് കിട്ടില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഷാനവാസിക്ക് പുറത്താക്കാൻ കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നല്ലേ ബിൻസിയും ശൈത്യം ഒക്കെ പറയേണ്ടിയിരുന്നത്. അവരത് പറയാത്ത സ്ഥിതിക്ക് ഇന്ന് ഷാനവാസിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു 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 ധാർമ്മികമായ അവകാശം അവർക്കുമില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഷാനവാസ് കുറച്ച് മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിക്കുകയും ഡ്രാമ ഇറക്കുകയും ചെയ്തു, അത് സത്യമാണ്. അതുകൊണ്ടാണ് ഷാനവാസ് നിന്ന് പതുങ്ങിയത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഷാനവാസിന്റെ ഭാഗത്ത് പറയത്തക്ക എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയതായി തോന്നുന്നില്ല. പക്ഷെ അനുമോളുടെ അന്ന് കരയിപ്പിച്ച കേസിൽ ഷാനവാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായത്. പക്ഷെ ഈ സംഭവത്തിൽ ഷാനവാസ് നിരപരാധിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതല്ല, അത് സത്യമാണ്. ലൈവ് കണ്ട ആളുകൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. എപ്പിസോഡിൽ അവിടെ ഇവിടെ നിന്നൊക്കെ കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവണം എന്നില്ല. അതല്ല എന്ന അഭിപ്രായമുള്ളവർ ദയവായി കമന്റ് ചെയ്യുക, എന്തുകൊണ്ടാണെന്നും കൂടി എഴുതുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.